ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് വരുന്നത്, ലിവർ പോകുന്നത്, വൃക്ക രോഗങ്ങൾ വരുന്നത്, ന്യൂറൽ ഡിസീസസ് ഒക്കെ വരുന്നത്. ഷുഗർ ഡയറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്, ശരീരത്ത് മധുരം കൊണ്ടൊരു ഗുണവുമില്ല എന്നൊക്കെ പറഞ്ഞ് ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ? ഈ ഷുഗർ കട്ട് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണോ? ഷുഗർ കട്ട് ചെയ്യുന്നതിനോട് പ്രത്യേകിച്ച് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. കാരണം മറ്റെന്തെങ്കിലും രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും, അതായത് ഷുഗർ പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ? അതുപോലെ ഒമേഗ 3 വരുന്ന സാധനത്തിന് ഒമേഗ 6 ഉണ്ട്, അത് ശരീരത്തിന് ദോഷമാണ്. അപ്പം നമുക്ക് ഗുണമുള്ളതിൻ്റെ കൂടെ നമുക്ക് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്തേക്ക് കയറുന്നുണ്ട്. സാർ, ഇന്നത്തെ കാലത്തെ ഈ വാക്കുകളെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അവർ ഷുഗർ വരുമെന്ന് പേടിച്ച് ഒരുപാട് ഷുഗർ കട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഷുഗർ കട്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ ചെന്നിട്ട് ഒരു വിത്തൗട്ട് ചായ പറയും, എന്നിട്ട് ഒരുപാട് എണ്ണ പലഹാരങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം കഴിക്കാറുണ്ട്. ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണങ്ങളോ അല്ലെങ്കിൽ ദോഷങ്ങളോ ഉണ്ടാകുമോ? അതായത് ഇപ്പോൾ ഡയബറ്റീസ് ഓൾറെഡി വന്ന ആൾക്ക് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യണം. കാരണം അവരുടെ ശരീരത്തിൽ ഈ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം നടക്കുന്നില്ല. അപ്പം നമ്മളത് കുറയ്ക്കുന്നതാണ് എപ്പോഴും ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നല്ലത്. പക്ഷേ അതേസമയം ഈ ഡയബറ്റീസ് ഉണ്ടാക്കുന്ന കാരണങ്ങൾ ആണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്ന സാധനങ്ങളാണ് ഈ കരിച്ചതും വറുത്തതും പൊരിച്ചതും ഇങ്ങനെയുള്ള സാധനങ്ങൾ. കാരണം ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആസിഡ് ലെവൽ കൂടും, ഫ്രീ റാഡിക്കൽസ് കൂടും. അപ്പോൾ ഇത് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ, അപ്പം നമ്മൾ ഇപ്പോൾ തട്ടുകടകളിലൊക്കെ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും മിക്കവാറും എണ്ണയൊക്കെ നമ്മൾക്ക് അത്ര ഒരു ഹൈജീനിക് ആയിരിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അത് ഫ്രീ റാഡിക്കൽസ് കൂടും. ഇത് കൂടിക്കഴിഞ്ഞാൽ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടും. ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഉടൻ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും. ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോഴാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് വരുന്നത്, ലിവർ പോകുന്നത്, വൃക്ക രോഗങ്ങൾ വരുന്നത്, ന്യൂറൽ ഡിസീസസ് ഒക്കെ വരുന്നത്. ഇതെല്ലാം ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് കൊണ്ടുവരുന്ന കോംപ്ലിക്കേഷൻസാണ്. റെസിസ്റ്റൻസ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറച്ച് കൂടുക എന്നല്ലേ? ഇത് കുറയുമ്പോഴല്ലേ ഷുഗർ വരുന്നത്? അതെ, അല്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഡയബറ്റീസ് കൂടും. കുറയുകയാണെങ്കിൽ, അതായത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസുലിൻ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കും. ഇത് നേരെ ചെന്ന് മസിൽ കോശങ്ങളിൽ ചെല്ലുന്നു. കാരണം നമ്മുടെ വയറ്റിൽ നിന്ന് എടുക്കുന്ന ഗ്ലൂക്കോസ് രക്തക്കുഴലിലൂടെ മസിൽ കോശങ്ങളിലാണ് ചെല്ലുന്നത് മെറ്റബോളൈസേഷൻ വേണ്ടി. അവിടെ ചെല്ലുമ്പോൾ ഈ ഗ്ലൂക്കോസിനെ മസിൽ കോശത്തിലേക്ക് കടത്തിവിടുന്ന ആളാണ് ഈ ഇൻസുലിൻ. അപ്പോൾ ഈ ഇൻസുലിൻ എന്തോ ചില കാരണങ്ങളാൽ കടത്തിവിടാൻ കഴിയുന്നില്ല. അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുക. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ഡയബറ്റീസ് കൂടും. ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് ഷുഗർ ഡയറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവർ പറയുന്നത്, പല ഇൻഫ്ലുവൻസേഴ്സും പറയാറുണ്ട് യൂട്യൂബ് വീഡിയോസിലൊക്കെ വന്ന്, നിങ്ങൾക്ക് മധുരത്തിൻ്റെ ഒരു ആവശ്യവുമില്ല, ശരീരത്ത് മധുരം കൊണ്ടൊരു ഗുണവുമില്ല എന്നൊക്കെ പറഞ്ഞ് പരത്തുന്നുണ്ട്. അപ്പം ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ? ഈ ഷുഗർ കട്ട് ചെയ്യുന്നത് ശരീരത്തിന് നല്ലതാണോ? ഷുഗർ കട്ട് ചെയ്തതിനോട് പ്രത്യേകിച്ച് എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യമല്ല. കാരണം ഈ ലോകത്ത് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കാൻ കഴിവുള്ള ഒരേ ഒരു സാധനമേ ഈ ലോകത്തുള്ളൂ, അത് ഷുഗറാണ്. അപ്പോൾ ഷുഗർ ചെല്ലാതെ ഒരിക്കലും പാൻക്രിയാസ് ആക്റ്റീവ് ആവത്തില്ല. അതുകൊണ്ട് ഷുഗർ കഴിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ആവശ്യത്തിന്. പക്ഷേ ഇപ്പോൾ ഡയബറ്റീസ് കൂടുതലാണ്, അദ്ദേഹത്തിൻ്റെ ബ്ലഡിൽ ധാരാളം ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കൂടും, നമ്മുടെ ബ്ലഡ് വെസൽസ് എല്ലാം അടിച്ചു. അപ്പം അതുകൊണ്ടാണ് ഷുഗർ നമ്മൾ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തെ യുവാക്കൾ പറയുന്നത് ഇപ്പോൾ ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം വയ്ക്കില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ധാരണകളും ഉണ്ട്. അതെല്ലാം ശരിയാണോ? ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ണം കുറയും. കാരണം ഷുഗർ കട്ട് ചെയ്യുമ്പോൾ ഇൻസുലിൻ കുറയും. ഇൻസുലിൻ്റെ അളവ് കൂടുന്നതുകൊണ്ടാണ് വണ്ണം വയ്ക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഈ ഡയബറ്റീസ് ഉള്ളവരിൽ ഷുഗർ കണ്ടമാനം ചെല്ലുന്നു. അപ്പോൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂടുമ്പോൾ നാച്ചുറലി അതൊരു സ്റ്റിറോയിഡ് ഹോർമോണാണ്. വാട്ടർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടിയിട്ട് നമുക്ക് വണ്ണം വയ്ക്കും. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഷുഗർ കുറച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നുള്ളത് സത്യം തന്നെയാണ്. അതുകൊണ്ട് എന്തെങ്കിലും ശരീരത്തിന് ദോഷമോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമോ? അതുകൊണ്ട് ശരീരത്തിന് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. അപ്പോൾ വണ്ണം കുറഞ്ഞു കിട്ടും, നല്ലതാണ്. പക്ഷേ ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പാൻക്രിയാസിൻ്റെ പ്രവർത്തനം കുറച്ച് മന്ദീഭവിക്കും.
മറ്റെന്തെങ്കിലും രോഗങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവും, അതായത് ഷുഗർ പൂർണ്ണമായിട്ട് നിർത്തി കഴിഞ്ഞാൽ? ഷുഗർ പൂർണ്ണമായിട്ട് നിർത്തിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കാരണം ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരത്തിലും ഗ്ലൂക്കോസ് ഉണ്ട്. ഇപ്പോൾ ചോറിലാണെങ്കിലും മറ്റ് ധാന്യങ്ങളിലാണെങ്കിലും എന്തിലാണെങ്കിലും കുറച്ച് ഗ്ലൂക്കോസ് ഉണ്ട്. ആ ഗ്ലൂക്കോസ് മതിയാവും അത്യാവശ്യം. പിന്നെ നമ്മളിപ്പോൾ പ്രോട്ടീൻ അല്ലെങ്കിൽ കഴിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫാറ്റ് കൂടുതൽ കഴിക്കുകയാണെങ്കിൽ അതിനെയൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. അതിൽ നിന്ന് എനർജി, ശരീരത്തിന് ആവശ്യത്തിലുള്ള എനർജി ശരീരം എടുത്തുകൊള്ളും. പക്ഷേ നമ്മളൊരു സന്തുലിതാവസ്ഥ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. അതിൽ ഷുഗർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് ഷുഗറാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് പ്രോട്ടീൻ, ഫാറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു 60% നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ളത് ഷുഗർ തന്നെയാണ്, കാർബോഹൈഡ്രേറ്റ് ആണ്. ഒരു 20% നമുക്ക് ഫാറ്റ്, ഒരു 10% നമുക്ക്, അല്ലെങ്കിൽ 10-15% നമുക്ക് പ്രോട്ടീൻ മതി. അതാണ് ശരീരത്തിൻ്റെ ഘടന. അപ്പോൾ നാച്ചുറലി കാർബോഹൈഡ്രേറ്റ് ശരീരത്തിന് ആവശ്യം തന്നെയാണ്. ഇപ്പോൾ ഈ ഷുഗർ നമ്മൾ കഴിക്കേണ്ടതിന് എന്തെങ്കിലും രീതികൾ വല്ലതും ഉണ്ടോ? അതായത് ഇത്ര അളവിൽ കൂടുതൽ ഷുഗർ നമ്മൾ ഒരു ദിവസം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും നിയമങ്ങൾ വല്ലതും ഉണ്ടോ? നമ്മൾ ഈ നിയമം നമുക്ക് അങ്ങനെ എല്ലാവർക്കും ബ്ലാങ്കറ്റ് നിയമമല്ല. കാരണം ഓരോ വ്യക്തിയുടെയും പിന്നെ പ്രവൃത്തി, അതായത് ഒരു ദിവസത്തെ ആക്ടിവിറ്റി, എത്ര കാലറീസ് അവൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എത്ര കാലറീസ് ഇൻടേക്ക് ഉണ്ട്, ഇതാണ് ശരിക്കുള്ള കണക്ക്. അതിപ്പോൾ ഷുഗർ ആയിട്ടാണെങ്കിലും വേറെ എന്തെങ്കിലും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും പ്രോട്ടീൻ ആയിട്ടാണെങ്കിലും ഫാറ്റായിട്ടാണെങ്കിലും ആ ഇൻടേക്കിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയും അതേസമയം കാലറി ഔട്ട്പുട്ട് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഷുഗർ ആണെങ്കിലും അത് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ആവും. പ്രോട്ടീൻ അല്ല, കൊളസ്ട്രോൾ, മറ്റേ ഫാറ്റ് ആണെങ്കിലും അത് കൊളസ്ട്രോൾ ആയിട്ട് കൺവേർട്ട് ആയിട്ട് അത് നമ്മുടെ രക്തക്കുഴലുകളിലും നമ്മുടെ ലിവറിലും വയറ്റിലും ഒക്കെ ആയിട്ട് അത് അടിഞ്ഞുകൂടും. അത് പിന്നീട് കോംപ്ലിക്കേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് ഒരാളുടെ ആക്ടിവിറ്റിയുടെ ലെവൽ എത്രത്തോളം ആക്റ്റീവാണ് അത് ബേസ് ചെയ്തിരിക്കും അയാളുടെ ഇൻടേക്കിൻ്റെ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ്. അല്ല, ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജൻസികളെല്ലാം ഒരു ഡയറ്റ് പ്ലാൻ കൃത്യമായിട്ട് നോക്കി പോകുന്ന ആളുകളാണ്. അപ്പം ഡയറ്റ് പ്ലാനിനകത്ത് ചിലപ്പോൾ ഷുഗർ കാണുകയില്ല, കൂടുതലും പ്രോട്ടീൻ ആയിരിക്കും, അതായത് ചിക്കൻ അല്ലെങ്കിൽ മീറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ, പിന്നെ കുറച്ച് വെജിറ്റബിൾസും, ഇതായിരിക്കും അവരുടെ ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഷുഗർ ഒട്ടുമില്ലാത്ത രീതിയിൽ വരുമ്പോൾ അവർക്ക് മറ്റെന്തെങ്കിലും, അതായത് ഈ ഡയറ്റ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഷുഗർ കൺസ്യൂം ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടാകുമോ? അതായത് നമ്മൾ ഡയറ്റ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഈ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഒരു 60%, ഞാൻ പറഞ്ഞല്ലോ 60% വേണം. ഒരു 30% അല്ലെങ്കിൽ 20% ഇടയിൽ ഫാറ്റ് വേണം. ഒരു 10-15% നമുക്ക് പ്രോട്ടീൻ വേണം. കുറച്ച് ഫൈബർ, ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രോപ്പർ പ്രൊപ്പോർഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ ബലം പ്രയോഗിച്ച് നമ്മളിപ്പോൾ ഈ ഷുഗർ കുറയ്ക്കുകയും പ്രോട്ടീൻ കൂടുതലും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഈ പ്യൂറൈൻസ് എന്ന് പറഞ്ഞ നമ്മുടെ ശരീരത്തിലുള്ള ചില കെമിക്കൽസ് കൂടും. പ്യൂറൈൻസ് ആ പ്യൂറൈൻസിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടും. അത് പിന്നെ ഈ ചിലർക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടിയിട്ട് ഗൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അസുഖങ്ങൾ വരും. അപ്പോൾ അതിനൊക്കെ കാരണം ഗൗട്ട് എന്ന് പറയുന്ന ഈ മുട്ടുവേദന, സന്ധിവേദനകളിലൊക്കെ വരും. ഒരു പ്രത്യേകതരം അതാണ്, റൊമാറ്റിസം അല്ല, ഗൗട്ട് അതുപോലെ ഉള്ള ഒരു രോഗമാണ്. അപ്പോൾ അത് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഈ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ. അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ശരീരം വൃത്തിയായിട്ട് നോക്കുന്ന ഒരുപാട് ആളുകൾ, അതായത് ശരീരം കൃത്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് സാറിന് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ? അതായത് ശരീരം സൂക്ഷിക്കുന്നത്, അതായത് ഇതിനെക്കുറിച്ചൊക്കെ ഓർഗാനിക് ഫുഡൊക്കെ കഴിക്കുക, നല്ല ഭക്ഷണം മാത്രം കഴിക്കുക. അപ്പോൾ എവിടത്തൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ സമീകൃതമായ ആഹാരം കഴിക്കുക. ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കേണ്ടോ ഏതെങ്കിലും ആഹാരം കൂട്ടുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു ദിവസം അത്യാവശ്യത്തിനുള്ള വ്യായാമമുണ്ടോ, നിങ്ങളുടെ ലിംഫാറ്റിക് സിസ്റ്റം നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വ്യായാമം ഉണ്ടാവണം. പിന്നെ അതേപോലെ നിങ്ങൾ എത്ര എനർജി ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ വേണം. അതിനനുസരിച്ച് മാത്രമേ ആഹാരം കഴിക്കൂ. ഇപ്പോൾ പല ആൾക്കാരും വരുന്നത് ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ സീഡ്സ് ഇപ്പോൾ ഒരു ട്രെൻഡാണ്. സീഡ്സ് ഒക്കെ കഴിക്കുക, അത് കഴിക്കുക, ഇത് കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇപ്പം നമ്മുടെ ഒരു 10 വർഷത്തിനിപ്പുറം മാർക്കറ്റിൽ അവൈലബിളാണ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ച് ധാരാളമായിട്ട് ആളുകൾ കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഒമേഗ-3 ഉണ്ട്, അത് ഉണ്ട്, ഇതുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനോടൊപ്പം നമ്മളുടെ അനുവാദം ഇല്ലാതെ അകത്തേക്ക് പോകുന്ന വേറൊരു സാധനമുണ്ട്, കാലറീസ്. അതുപോലെ ഒമേഗ-3 വരുന്ന സാധനത്തിന് ഒമേഗ-6 ഉണ്ട്, അത് ശരീരത്തിന് ദോഷമാണ്. അപ്പം നമുക്ക് ഗുണമുള്ളതിൻ്റെ കൂടെ നമുക്ക് വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ അതിനകത്തേക്ക് കയറുന്നുണ്ട് ശരീരത്തിനകത്ത്. അപ്പോൾ ഇതിനെ നമുക്ക് ശരിയായ രീതിയിൽ അതിനെ
പിന്നെ പ്രോപ്പറായിട്ട് മെറ്റബോളൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കണം. അപ്പം അതിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള പിന്നെ ജീവിതചര്യ ചിട്ടപ്പെടുത്തണം. അതായത് സൺലൈറ്റൊക്കെ ഡെയിലി കൊള്ളുക, അത്യാവശ്യം വ്യായാമം ചെയ്യുക, സ്ട്രെസ്ലെസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോർമലായിട്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആഹാരം മാത്രം മതി നല്ലൊരു ആരോഗ്യത്തോടു കൂടി ജീവിക്കാനായിട്ട്. എനിക്ക് അതുപോലെ ധാരാളം പേരെ അറിയാം. 82 കഴിഞ്ഞ ദിവസവും ഞാൻ കണ്ടു, 82 വയസ്സുള്ള ഒരു അമ്മാവൻ. പുള്ളി ഒരു മരുന്നും കഴിക്കുന്നില്ല ഇപ്പോഴും. പുള്ളി വളരെ മിതമായിട്ട് പുള്ളിയുടെ വീട്ടിൽ കിട്ടുന്ന പരിചയം ഉണ്ടാക്കി കൊടുക്കുന്ന ആഹാരം മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇതുപോലുള്ള ഒരു സ്പെഷ്യൽ ഫുഡും കഴിക്കാറില്ല. നല്ല ആരോഗ്യമാണ്, എന്നെക്കാളും ആരോഗ്യമാണ്, ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യും, വളരെ ഹാപ്പിയാണ് ആൾ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും. അതിന് നമ്മൾ സ്പെഷ്യലായിട്ട് ഒരുപാട് കാര്യങ്ങളുടെയോ സപ്ലിമെൻറ്റ്സിൻ്റെയോ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഫുഡോ അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്ത ആഹാരങ്ങളോ ഒന്നും ആവശ്യമില്ല.